സമാദരണീയായ അധ്യക്ഷൻ അഹമ്മദ് ദേവർകോവിൽ സാഹിബ്, വേദി ധന്യമാക്കിയ നേതാക്കളെ, നല്ലവരായ എൻ്റെ വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, ഇന്ന് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ദിവസമാണ്. നിങ്ങളെ ആദരിക്കാൻ വേണ്ടിയാണ് ഇവിടെ നമ്മൾ ഒത്തൊരുമിച്ചിരിക്കുന്നത്. ഇത്രയധികം A+ നേടിയവർ ഒരുമിക്കുന്ന അപൂർവമായ ചടങ്ങാണിത്. റിസൾട്ട് വന്ന മുതൽ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും കോഴിക്കോട്ടൊക്കെ തന്നെ നിരവധി ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുകയുണ്ടായി. ഇത് കാണുമ്പോൾ ഒരു തരത്തിൽ അസൂയ തോന്നുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള അനുമോദനവും അതുപോലെ തന്നെ പ്രോത്സാഹനമൊന്നും ഉണ്ടാകാറില്ല. ഞാൻ ഓർക്കുകയാണ്, 800 വിദ്യാർത്ഥികൾ, 820 വിദ്യാർത്ഥികൾ SSLC എഴുതിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ, ഇരിക്കൂർ ഹൈസ്കൂളിൽ. ഒരു ഫസ്റ്റ് ക്ലാസ്സാണ് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അന്നൊന്നും ആരും അനുമോദനത്തിനൊന്നും വന്നില്ല. അവസാനം അവിടുത്തെ പഞ്ചായത്ത് വക അക്കാലഘട്ടത്തിൽ 500 രൂപ സമ്മാനം കിട്ടിയപ്പോഴാണ് ഞാൻ ജയിച്ചു വരും നാട്ടുകാരറിയുന്ന സംഭവം. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സംഭവം. വീട്ടുകാർക്ക് പോലും വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്, എന്തിനാണ് പഠിക്കുന്നത് എന്നും ഇനി എവിടെയാണ് പഠിക്കാൻ പോകുന്നത് എന്നൊക്കെ. പക്ഷെ ഇവിടെ ഓരോ വിദ്യാർത്ഥിയുടെയും കൂടെ രക്ഷിതാക്കൾ, അച്ഛന്, അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. കാരണം അത്രമാത്രം കെയറാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സംഭവം. ഇത് തന്നെയാണ് നിങ്ങളുടെ വിജയം, നിങ്ങളുടെ ഭാഗ്യം എന്ന് പറയുന്ന സംഭവം. അതായത് ഇന്ന് എല്ലാവർക്കും വിദ്യാഭ്യാസത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട് എന്ന് മാത്രമല്ല, നമുക്ക് ലക്ഷ്യമുണ്ട്, ലക്ഷ്യത്തിലെത്തുകയും ചെയ്യും. ഞാൻ വളരെ കുഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷേ എന്നിട്ടും തന്നെ ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു കേരളത്തിന് പുറത്ത് പോയിട്ട് പഠിക്കണം. അങ്ങനെ അലിഗഡ് യൂണിവേഴ്സിറ്റി പഠിച്ചു, കുറച്ച് നാൾ ജാനുവിൽ പഠിച്ചു, പിന്നീട് വീണ്ടും കേരളത്തിൽ തിരിച്ചു വന്ന് ഇവിടുന്ന് ലോക്ക് എടുത്തു. ഒന്ന് എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചൊരു സംഭവം, നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ സ്വപ്നം കാണുന്നത്, നിങ്ങൾ വിചാരിച്ചാൽ നടക്കുമെന്നുള്ളത്. ആ കാലഘട്ടത്തിൽ അത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന CH ഉള്ളുവയ സാഹിബ് ഒരു ചടങ്ങിൽ പങ്കെടുത്തപ്പോഴാണ് എൻ്റെ സ്വപ്നം വേറെയാണ് അദ്ദേഹത്തോട് കൈമാറിയപ്പോൾ കാറിൽ കയറുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞു, സാമ്പത്തികമായ പ്രയാസം ഉണ്ടാകുമെന്ന് കരുതി ഒരിക്കലും തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം മടിക്കരുത്. ആരെങ്കിലും സഹായിക്കും നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ തന്നെയായിരുന്നു സാർ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട്, എൻ്റെ അനുജന്മാരോട്, അനുജത്തിമാരോട് പറഞ്ഞത്, നിങ്ങളുടെ മനസ്സിലുള്ള സ്വപ്നം പൂവണിയാൻ വേണ്ടി നിങ്ങൾ തീരുമാനിക്കുക. എന്താണെന്ന് നിങ്ങൾക്കൊരു ചെറിയൊരു ഐഡിയ ഉണ്ട്, അത് ഉണ്ടാവണം. മഞ്ചബ്ദ വജത, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കും. പോയിലോ എന്ന് പറയുന്നില്ലേ, ആ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ആ നോവലിന്റെ തത്വം അതാ. ഒരാട്ടിടെയാണ് രാജകുമാരന്റെ കല്യാണം കഴിക്കണമെന്ന് സ്വപ്നം കാണുന്നത്. അവസാനം കല്യാണം നടക്കുകയാണ്. അതിൽ പോലും പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ നല്ല ലക്ഷ്യവുമായി, നല്ല ഉദ്ദേശവുമായി രംഗത്ത് വരികയാണെങ്കിൽ ദ വേൾഡ് വിൽ കോൺസ്പയർ ഫോർ ദാറ്റ്. നിങ്ങളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി, സ്വപ്നം പൂവണിയാൻ വേണ്ടി ലോകം മുഴുവനും, പ്രപഞ്ചം മുഴുവനും തന്നെ ഗൂഢാലോചന നടത്തുമെന്ന്. ദ വേൾഡ് വിൽ കോൺസ്പയർ എന്നാ പറയുന്നത്. ഒന്ന് വാക്ക് നോക്കും. അതിന്റെ മറ്റൊരു വാക്കാണ് മഞ്ചന്ത വചന. നിങ്ങളൊരു കാര്യം ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് നടക്കുമെന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികളൊക്കെ തന്നെ നന്നായിട്ട് ഭാവിയിൽ, ഇപ്പം ചിലപ്പോൾ മാർക്ക് കുറവായിരിക്കാം, ഏതെങ്കിലും ഒരു വിഷയത്തിന് BA അല്ലെങ്കിൽ ചിലപ്പോൾ C ഒക്കെ നിങ്ങളെ ഭാവി അതോടുകൂടി തുടരുമെന്ന് നിങ്ങൾ ഒരിക്കലും തന്നെ വിചാരിക്കേണ്ട. Aയും B എന്നൊക്കെ പറയുന്നത് ചെറിയൊരു അടയാളം മാത്രമാണ്. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മുന്നോട്ട് പോകും, സാക്ഷ്യമില്ല. എൻ്റെ അവിടെ കണ്ണൂരിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു കുഗ്രാമത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയും കൊണ്ട് ഞാൻ അടുത്തൊരു കോളേജിൽ പോയി. അവൾക്ക് 94% ഉണ്ടായിരുന്നു എക്കണോമിക്സിൽ. അവർക്ക് എക്കണോമിക്സ് കിട്ടണമായിരുന്നു. അപ്പൊ അവിടെ നിന്ന് മാനേജ്മെന്റ് പറഞ്ഞു 96 മുകളിലുള്ളവർക്ക് മാത്രമേ ഞങ്ങൾ കോഴ്സ് കൊടുക്കുന്നുള്ളൂ. കുട്ടിനോട് ഉടനെ തന്നെ പറഞ്ഞു, ഈ ഡൽഹിയിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ എഴുതുമെന്ന് പറഞ്ഞു. എഴുതി. അവസാനം അഡ്മിഷൻ കിട്ടിയത് എവിടെയാണെന്നറിയോ? മിറാൻഡ ഹൈസ്കൂൾ എന്ന് പറയുന്നത് ബെസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും കഴിഞ്ഞ 4 വർഷമായി ഇന്ത്യയിലെ ഏറ്റവും നല്ല കോളേജ് എന്ന് ചോദിച്ചാൽ മിറാൻഡ ഹൈസ്കൂളാണ്. പ്രിയങ്കാ ഗാന്ധി പോലും ആഗ്രഹിച്ചിട്ട് അവിടെ അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനത്തെ ഒരു സ്കൂളാണ് അവിടെ കിട്ടി. അവിടെ BA എക്കണോമിക്സ് അല്ല, എക്കണോമിക്സ് ആണ്. കഴിയേണ്ട താമസം അവർക്ക് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവിടെ മുംബൈയിലുള്ള
ഒരു IIT പോലെയുള്ള ഒരു IIM പോലെയുള്ള സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ കിട്ടേണ്ട താമസം കേന്ദ്ര ഗവൺമെന്റ് ആ കുട്ടിയെ പ്ലാനിംഗ് ബോർഡിന്റെ ആ സെക്ഷനിലേക്ക് ഇപ്പോൾ തന്നെ ഒബ്സർവ് ചെയ്തിരിക്കുക. അപ്പൊ നിങ്ങൾ ചിന്തിച്ചോളൂ, നമ്മൾ വിചാരിച്ച പലതും നടക്കും. അതുകൊണ്ട് നിങ്ങൾ സ്വപ്നം കാണണം, സ്വപ്നം കാണാൻ പഠിക്കണം. അബ്ദുൽ കലാം ജീവിതം മുഴുവനും തന്നെ നമ്മുടെ സ്വപ്നം കാണാൻ വേണ്ടി പഠിപ്പിച്ച ഒരാളാണ്. നമ്മുടെ 80 വയസ്സോളമായ നമ്മുടെ മുഖ്യമന്ത്രി എന്തൊക്കെയാണ് സ്വപ്നം കാണുന്നത്? വലിയ റോഡ്, വലിയ പാലം, നല്ല സ്കൂളുകൾ, അതുപോലെ തന്നെ പുതിയ തലമുറ, സിംഗപ്പൂരിനെ പോലും ജപ്പാനെ പോലെയൊക്കെ നമ്മൾ ഉയരണമെന്ന് നമ്മളിങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എല്ലാ പ്രതിസന്ധികളും നിങ്ങൾ തരണം ചെയ്യും. രക്ഷിതാക്കൾ പിന്നീട് പ്രചോദനം നൽകിയാൽ മതി. കുട്ടികൾ അധികം പറഞ്ഞ് ഉപദേശിച്ച് ബുദ്ധിമുട്ടിക്കരുത്. കുട്ടികൾ ഉപദേശം കിട്ടിയാണ് കുടുങ്ങിയിരിക്കുന്ന സംഭവം. ആരോ പറഞ്ഞു കൗൺസിലിംഗ് ക്ലാസ്, ഞാൻ കൗൺസിലിംഗ് ക്ലാസ്സിന് എഴുതുന്നതല്ല, പക്ഷെ കൗൺസിലിംഗിന്റെ പേരും പറഞ്ഞ് കുട്ടികളെ അധികം ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അവരെ പറന്നുകൊണ്ട്, അവർ ഷഡ്പദങ്ങളെ പോലെ, പറവകളെ പോലെ അവർ പറന്നുകൊണ്ട് അവരുടെ ലോകം കണ്ടെത്തും. അതിന് ദൈവം തമ്പുരാൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട MLA-യും അതുപോലെ തന്നെ മറ്റു സംഘാടകരെയും അഭിനയിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമ്മുടെ ഈ ചടങ്ങിന്റെ പ്രായോജകരായ ഷെപ്പേർഡ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ